പാലക്കാടിൻ്റെ അതിർത്തിയോട് ചേർന്ന ഒരു ചെറിയ പട്ടണം. പുലർച്ചെ പെയ്ത മഴയുടെ തണുപ്പ് ഇപ്പോഴും വഴിയിൽ തങ്ങി നിന്നിരുന്നു. ബസ് സ്റ്റാൻഡിൻ്റെ ചായക്കടകളിൽ നിന്ന് ആവികൾ പൊങ്ങുന്നു. ഓരോരുത്തരും അവരുടേതായ തിരക്കുകൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. എന്നാൽ ആ തിരക്കുകൾക്കിടയിൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഒരു വയോധിക അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പഴകിയ മുഷിഞ്ഞ നിറം മങ്ങിയ ഒരു സാരി, തോളിൽ ഒരു തുണിസഞ്ചിയും, കാലിൽ ചെരുപ്പുമില്ല. മഴ കൊണ്ട് നനഞ്ഞ തലമുടി നെറ്റിയിൽ ഒട്ടിക്കിടക്കുന്നു. വിശപ്പും ദാഹവും ക്ഷീണവും എല്ലാം കൊണ്ട് അവർ ഓരോരുത്തരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കുന്നു. ആ സ്ത്രീ കണ്ടവരോടൊക്കെ ചോദിക്കുന്നുണ്ട്, കുറച്ച് വെള്ളം കിട്ടുമോ മോളെ? എന്നെ സഹായിക്കുമോ? എനിക്ക് വിശക്കുന്നു, ഭക്ഷണം തരുമോ? പക്ഷേ ആരും ഇത് ശ്രദ്ധിക്കുന്നില്ല. ചിലരൊക്കെ മുഖം ചുളിച്ചു. എന്താ, വേറെ പണിയൊന്നുമില്ലേ ഇവർക്കൊക്കെ? രാവിലെ ഇറങ്ങും എന്ന് ഒരാൾ പറഞ്ഞു. മറ്റൊരാൾ തൻ്റെ കുട ഒന്നും കൂടെ ചേർത്തു പിടിച്ച് വേഗം നടന്നു പോയി. അത് കണ്ടപ്പോൾ ആ വയോധികയുടെ കണ്ണ് നിറഞ്ഞു. എന്നാൽ കണ്ണുനീർ അപമാനത്തിൻ്റെതായിരുന്നില്ല. അത് മനുഷ്യരുടെ മനസ്സ് വീണ്ടും ഒരിക്കൽ കൂടി കാണാനുള്ള വേദനയായിരുന്നു. കാരണം ആ വയോധിക ഒരു ഭിക്ഷക്കാരിയല്ലായിരുന്നു. അവരാണ് സാവിത്രി അമ്മ. രാജ്യത്തെ പ്രശസ്ത സൂര്യ ഗ്രൂപ്പ് കമ്പനിയുടെ സ്ഥാപക കുടുംബത്തിൻ്റെ തലവിയാണ്. കോടിക്കണക്കിന് സ്വത്തുക്കൾ ഉണ്ടായിരുന്നെങ്കിലും ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് മനുഷ്യ സ്നേഹമാണെന്ന് വിശ്വസിച്ച ഒരമ്മ. ഭർത്താവ് മരിക്കുന്നതിന് മുന്നേ ഒരിക്കൽ പറഞ്ഞ വാക്ക് അവർ ഇന്നും മറന്നിരുന്നില്ല. സാവിത്രി, പണം കൊണ്ട് വീട് പണിയാം, പക്ഷേ നല്ല മനുഷ്യരെ വാങ്ങാൻ കഴിയില്ല. ആ വാക്ക് സാവിത്രി അമ്മയുടെ ജീവിതത്തിലെ വഴികാട്ടിയായി മാറി. അതുകൊണ്ടാണ് വർഷത്തിൽ 2-3 തവണ വേഷം മാറി ആരോടും പറയാതെ സാധാരണക്കാരുടെ നിലപാട് അറിയാൻ വേണ്ടി ഇറങ്ങുന്നത്. അന്നും അങ്ങനെ തന്നെയായിരുന്നു. പട്ടണത്തിൻ്റെ വേറൊരു ഭാഗത്ത് ചെറിയ ഒരു തുന്നക്കടയുണ്ട്. ആ കടയിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. സുമേ, ഇതാ നിന്റെ കൂലി, ഇന്നത്തേക്ക് ഇത് മതി കേട്ടോ. കടയുടമ 650 രൂപ എടുത്ത് സുമയുടെ കയ്യിൽ നൽകി. ആ പൈസ വാങ്ങുമ്പോൾ അവൾ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. പക്ഷേ ആ പുഞ്ചിരിക്കുള്ളിൽ വലിയൊരു ആശങ്ക ഒളിഞ്ഞിരുന്നു. ആ പണം കൊണ്ട് വീട്ടിലെ അരിയും രോഗിയായ അമ്മയുടെ മരുന്നും അതുപോലെ വീടിൻ്റെ കറണ്ട് ബില്ലും അടക്കണം. അച്ഛൻ മരിച്ചിട്ട് 5 വർഷമായി. അതുകൊണ്ട് ആ കുടുംബത്തിൻ്റെ താങ്ങും തണലും സുമ മാത്രമായിരുന്നു. സുമയുടെ അമ്മ ഗുരുതരമായ സന്ധിവാതം കാരണം കിടപ്പ് രോഗിയാണ്. പൈസ കയ്യിൽ പിടിച്ചുകൊണ്ട് സുമ മനസ്സിൽ പറഞ്ഞു, ദൈവമേ, ഇന്നെങ്കിലും എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള കഞ്ഞിയും പയറും ഉണ്ടാക്കി കൊടുക്കണം. പോകുന്ന വഴിയിൽ ചെറിയ ഹോട്ടലിൽ കയറി ഒരു ചെറിയൊരു ഭക്ഷണപ്പൊതി വാങ്ങി. അത് അവളുടെ അമ്മയ്ക്കുള്ളതായിരുന്നു. പുറത്തിറങ്ങിയ ശേഷം അവൾ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു. ബസ് സ്റ്റാൻഡിൻ്റെ സമീപത്തെത്തിയപ്പോൾ അവിടെ ഒരു വയോധിക ഇരിക്കുന്നു. ആ സ്ത്രീക്ക് നല്ലപോലെ ക്ഷീണമുണ്ട്. അവിടുത്തെ ഒരു മതിലിൽ ചാരിയിരിക്കുകയാണ്. സുമ വേഗം തന്നെ ആ സ്ത്രീയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ചോദിച്ചു, അമ്മേ, എന്തെങ്കിലും പറ്റിയോ? അവളുടെ ശബ്ദം കേട്ടപ്പോൾ ആ സ്ത്രീ സുമയുടെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് പറഞ്ഞു, രാവിലെ മുതൽ ഞാൻ ഒരു ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല, വെള്ളം പോലും കുടിച്ചിട്ടില്ല. എനിക്ക് എന്തെങ്കിലും തരുമോ? എനിക്ക് വിശക്കുന്നു മോളെ. അവരുടെ വാക്കുകൾ കേട്ടപ്പോൾ സുമയുടെ ഹൃദയം വിങ്ങി. എന്നിട്ട് അവൾ ഹോട്ടലിൽ നിന്നും വാങ്ങിച്ച ഭക്ഷണപ്പൊതിയിലേക്ക് ഒന്ന് നോക്കി. അവൾ ആ ഭക്ഷണപ്പൊതിയിലേക്ക് നോക്കി മനസ്സിൽ പറഞ്ഞു, ദൈവമേ, ഞാൻ ഈ ഭക്ഷണപ്പൊതി എൻ്റെ അമ്മയ്ക്ക് വേണ്ടി വാങ്ങിയതാണ്. എൻ്റെ അമ്മ വീട്ടിൽ വിശന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ വഴിയിലിരിക്കുന്ന ഈ അമ്മയും വിശന്നിരിക്കുകയാണ്. ഞാൻ എന്തു ചെയ്യും? മനസ്സിൽ വല്ലാത്ത ഒരു വിഷമം തോന്നി. അവളൊന്നും ചിന്തിച്ചില്ല. വേഗം കയ്യിലുള്ള ഭക്ഷണപ്പൊതിയെടുത്ത് ആ വൃദ്ധയായ സ്ത്രീക്ക് കൊടുത്തു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇതാ അമ്മേ, ഇത് കഴിച്ചോളൂ കേട്ടോ. എനിക്ക് വീട്ടിൽ പോയിട്ട് ഞാൻ ഉണ്ടാക്കാം. ആ സ്ത്രീ സുമയോട് ചോദിച്ചു, മോളെ, നീ ഇത് ആർക്ക് വാങ്ങിയതാണ്? നിനക്കാണോ അതോ നിൻ്റെ വീട്ടുകാർക്കാണോ? അവൾ മറുപടി പറഞ്ഞു, എൻ്റെ വീട്ടിൽ അമ്മയുണ്ട്, അസുഖമായി കിടക്കുകയാണ്. അമ്മയ്ക്ക് വേണ്ടി വാങ്ങിയതാണ്.
അത് കുഴപ്പമില്ല, നിങ്ങൾ എടുത്തോളൂ. ഞാൻ വീട്ടിൽ ചെന്ന് ഉണ്ടാക്കിയിട്ട് അമ്മയ്ക്ക് കൊടുക്കാം. എൻ്റെ അമ്മ വിശന്നാലും ക്ഷമിക്കും. പക്ഷേ നിങ്ങളെ ഈ അവസ്ഥയിൽ കണ്ടിട്ട് എൻ്റെ കയ്യിലുള്ള ഈ ഭക്ഷണപ്പൊതിയുമായി ഞാനിവിടുന്ന് പോയാൽ എൻ്റെ മനസ്സാക്ഷി എന്നോട് ക്ഷമിക്കില്ല. സുമയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ സാവിത്രി അമ്മയുടെ കൈകളൊന്ന് വിറച്ചു. ഇത്രയും വർഷം ഒരുപാട് മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊരു മനസ്സുള്ള മനുഷ്യരെ ഞാൻ അപൂർവമേ കണ്ടിട്ടുള്ളൂ എന്ന് സാവിത്രിയമ്മ മനസ്സിൽ പറഞ്ഞു. ഭക്ഷണം കഴിച്ച ശേഷം സാവിത്രിയമ്മ സുമയോട് ചോദിച്ചു, മോളുടെ പേരെന്താണ്? സുമ. സാവിത്രിയമ്മ വീണ്ടും ചോദിച്ചു, വീട്ടിൽ ആരൊക്കെയുണ്ട്? അപ്പോൾ സുമ മറുപടി പറഞ്ഞു, വീട്ടിൽ കിടപ്പ് രോഗിയായ എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. അത് കേട്ടപ്പോൾ സാവിത്രിയമ്മ തൻ്റെ കയ്യിലുണ്ടായിരുന്ന തുണിസഞ്ചിയിൽ നിന്നും കുറച്ച് പണമെടുത്ത് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് വെച്ചോളൂ മോളെ. അത് കണ്ടപ്പോൾ സുമ പിന്നോട്ട് മാറി നിന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ പണത്തിന് വേണ്ടിയല്ല അമ്മേ നിങ്ങളെ സഹായിച്ചത്, എനിക്ക് വേണ്ട. സുമയുടെ വാക്ക് കേട്ടപ്പോൾ സാവിത്രിയമ്മ പറഞ്ഞു, നിനക്കിപ്പോൾ പണത്തിന് ഒരുപാട് ആവശ്യമുണ്ട് എന്ന് എനിക്കറിയാം. ഇത് വാങ്ങിച്ചോളൂ കുട്ടി. ആവശ്യങ്ങൾ എനിക്ക് ഒരുപാടുണ്ട്, പക്ഷേ സഹായത്തിന് വില പറയാൻ പാടില്ല. ആ മറുപടി കേട്ട് സാവിത്രിയമ്മയുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകി. സുമ ഒരുപാട് സമയമൊന്നും അവിടെ നിന്നില്ല. അമ്മയോട് യാത്ര പറഞ്ഞ് അവൾ മെല്ലെ നടന്നു നീങ്ങി. മഴ വീണ്ടും ചാറിത്തുടങ്ങി. മഴയിൽ നനഞ്ഞു കുതിർന്ന് അവൾ അവളുടെ വീട്ടിലേക്ക് നടന്നു. ബസ് സ്റ്റാൻഡിൻ്റെ അല്പദൂരം മാറ്റി നിർത്തിയിരുന്ന ഒരു ആഡംബര കാറിൽ നിന്നും കുറച്ച് ആളുകൾ ഓടിയെത്തി ആ വയോധികയെ ആദരവോടെ കാറിലേക്ക് കയറ്റുന്നു. ഡ്രൈവർ സാവിത്രിയമ്മയോട് ചോദിച്ചു, മാഡം നമുക്ക് വീട്ടിലേക്ക് പോകാമല്ലേ? അപ്പോൾ സാവിത്രിയമ്മ കാറിൻ്റെ സൈഡ് ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് നോക്കുന്നു. സുമ നടന്നു പോയ അതേ ദിശയിലേക്കാണ് സാവിത്രിയമ്മ നോക്കുന്നത്. സാവിത്രിയമ്മയുടെ കണ്ണുകളിൽ അഭിമാനവും സ്നേഹവും നിറഞ്ഞിരുന്നു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഭക്ഷണപ്പൊതി തന്ന ആ കുട്ടിയുണ്ടല്ലോ, അവളുടെ ജീവിതത്തെ പറ്റിയിട്ടും അവളുടെ കുടുംബത്തെ പറ്റിയിട്ടും നമുക്ക് ഒന്ന് അറിയാനുണ്ട്. അതേസമയം വീട്ടിലെത്തിയ സുമയ്ക്ക് മറ്റൊരു ഞെട്ടൽ കാത്തിരിക്കുകയായിരുന്നു. വീട്ടുമുറ്റത്ത് രണ്ട് അപരിചിതർ നിൽക്കുന്നു. അവരുടെ കയ്യിൽ ബാങ്കിൽ നിന്നുള്ള നോട്ടീസാണ്. അത് കയ്യിൽ പിടിച്ച് സുമയോട് പറയുന്നുണ്ട്, നാളെ വൈകുന്നേരത്തിനുള്ളിൽ ഈ കടമെല്ലാം അടച്ചു തീർത്തിട്ടില്ലെങ്കിൽ ഈ വീടും സ്ഥലവും ബാങ്കുകാർ ഏറ്റെടുക്കും. അവരുടെ ആ വാക്കുകൾ കേട്ട് സുമയുടെ ലോകം ഒരു നിമിഷത്തേക്ക് ഇരുണ്ടുപോയി. വീടിൻ്റെ മുറ്റത്ത് നിന്നിരുന്ന ബാങ്ക് ഉദ്യോഗസ്ഥർ പോയ ശേഷവും സുമ അതേ സ്ഥലത്ത് നിന്ന് തന്നെ തളർന്നു നിന്നിരുന്നു. കയ്യിലുണ്ടായിരുന്ന മരുന്നും ശൂന്യമായ പേഴ്സും അവളുടെ ജീവിതത്തിൻ്റെ അവസ്ഥ പറഞ്ഞുകൊണ്ടിരുന്നു. അതേസമയം വീടിനുള്ളിൽ അമ്മ മീനാക്ഷിയുടെ ശബ്ദം കേട്ടു. സുമേ, നീ വന്നോ മോളെ? അമ്മയുടെ ശബ്ദം കേട്ടപ്പോൾ കണ്ണുനീർ തുടച്ചും കൊണ്ട് സുമ അകത്തേക്ക് കയറി. കിടക്കയിൽ കിടക്കുന്ന അമ്മയുടെ മുഖത്ത് ഒരു വേദനയുണ്ടായിരുന്നു. എന്നാലും തൻ്റെ മോളെ കണ്ടപ്പോൾ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. എന്നിട്ട് സ്നേഹത്തോടെ ചോദിച്ചു, ഇന്നെന്താ മോളെ വൈകിയത്? അപ്പോൾ സുമ മറുപടി പറഞ്ഞു, അമ്മേ, ഇന്ന് കുറച്ച് കൂടുതൽ ജോലി ഉണ്ടായിരുന്നു. സുമ അമ്മയോട് കള്ളം പറഞ്ഞു. ബാങ്ക് നോട്ടീസിനെ കുറിച്ച് അമ്മയോട് പറഞ്ഞാൽ പാവം അമ്മയ്ക്കത് സഹിക്കാനാവില്ല. മീനാക്ഷി സുമയെ നോക്കി. എന്നിട്ട് പറഞ്ഞു, ഇന്നെനിക്ക് നീ ഒരു ഭക്ഷണപ്പൊതി കൊണ്ടുവരാമെന്നല്ലേ പറഞ്ഞത്? അതെവിടെ മോളെ? അമ്മയുടെ ചോദ്യം കേട്ടപ്പോൾ ഒരു നിമിഷം സുമയുടെ തൊണ്ട വരണ്ടു. എന്നിട്ട് സൗമ്യമായി പറഞ്ഞു, അമ്മയ്ക്കുള്ള ഭക്ഷണപ്പൊതി ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ജോലി കഴിഞ്ഞു വരുമ്പോൾ വഴിയിലൊരു വയോധിക ഇരിക്കുന്നു. ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. ഞാനപ്പോൾ അവർക്ക് അത് കൊടുത്തു. സുമയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ അമ്മ മീനാക്ഷി ഒരു നിമിഷം മിണ്ടാതിരുന്നു. എന്നിട്ട് കണ്ണുകൾ നിറച്ചു. എന്നിട്ട് സുമയോട് പറഞ്ഞു, ഞാൻ നിന്നെ അങ്ങനെയല്ലേ വളർത്തിയത് മോളെ?
വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കണം. അതാണ് ഏറ്റവും വലിയ പുണ്യം. അമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ സുമയുടെ നെഞ്ചു വിങ്ങി. അന്ന് രാത്രി അവർ രണ്ടുപേരും വെറും കഞ്ഞി കുടിച്ചാണ് കിടന്നത്. എന്നാൽ അവർക്ക് ആരോടും പരാതിയോ പരിഭവവുമില്ല. അതേസമയം നഗരത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് വലിയ കൊട്ടാരത്തിൻ്റെ മുന്നിൽ ഒരു ആഡംബര കാർ വന്നു നിന്നു. കൊട്ടാരത്തിൻ്റെ ഗേറ്റ് തുറന്നതും ജോലിക്കാർ ആദരവോടെ തലകുനിച്ചു. നമസ്കാരം അമ്മേ. കാറിൽ നിന്നും ഇറങ്ങി സാവിത്രിയമ്മ പതുക്കെ ഹാളിലേക്ക് നടന്നു. അവിടെ അവരുടെ മകൻ ആദിത്യൻ ഇരിപ്പുണ്ടായിരുന്നു. സാവിത്രി അമ്മയെ കണ്ടപ്പോൾ മകൻ ആദിത്യൻ ചോദിച്ചു, അമ്മേ, ഇന്നും ഒറ്റയ്ക്കായിരുന്നോ പോയിരുന്നത്? എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അപകടകരമായി നടക്കരുതെന്ന്. അത് കേട്ടപ്പോൾ സാവിത്രിയമ്മ പുഞ്ചിരിച്ചു. അപകടം പാവപ്പെട്ടവരുടെ ഇടയിലല്ല മകനെ, മനസ്സില്ലാത്തവരുടെ ഇടയിലാണ്. അമ്മയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ആദിത്യൻ പതിവ് പോലെ ഒന്നും പറഞ്ഞില്ല. അമ്മയുടെ സ്വഭാവം ആദിത്യന് അറിയാമായിരുന്നു. അല്പസമയം കഴിഞ്ഞ് സാവിത്രിയമ്മ മകനോട് പറഞ്ഞു, മകനെ, ഞാനിന്ന് ഒരു പെൺകുട്ടിയെ കണ്ടിരുന്നു. അത് കേട്ടപ്പോൾ ആദിത്യൻ ചോദിച്ചു, ആരാ അമ്മേ ആ പെൺകുട്ടി? അപ്പോൾ സാവിത്രിയമ്മ പറഞ്ഞു, അവളുടെ പേര് സുമ എന്നാണ്. അവൾ ആരാണോ എന്താണോ എന്നും അറിയില്ല. പക്ഷേ സംഭവിച്ചതെല്ലാം തന്നെ സാവിത്രിയമ്മ തൻ്റെ മകനായ ആദിത്യനോട് പറഞ്ഞു. സ്വന്തം അമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ച ഭക്ഷണപ്പൊതി, അതും കിടപ്പിലായ അമ്മയ്ക്ക് വേണ്ടി. പരിചയമില്ലാത്ത ഒരാൾക്കാണ് ആ കുട്ടി കൊടുത്തത്. അത് കേട്ടപ്പോൾ ആ ഒരു സംഭവം ആദിത്യൻ്റെ മനസ്സിൽ വല്ലാതെയായി. എന്നിട്ട് അവൻ ഒരു നിമിഷം ആലോചിച്ചു. എന്നിട്ട് അമ്മയോട് പറഞ്ഞു, ഇന്നത്തെ കാലത്തൊക്കെ അങ്ങനെയുള്ള ആളുകളുണ്ടോ അമ്മേ? അപ്പോൾ സാവിത്രിയമ്മ മറുപടി പറഞ്ഞു, ഉണ്ട് മോനെ, ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. ആദിത്യൻ വീണ്ടും അമ്മയോട് പറഞ്ഞു, അത് ചിലപ്പോൾ നിങ്ങളെ കണ്ടപ്പോൾ അഭിനയിച്ചതായിരിക്കും അല്ലേ? അത് കേട്ടപ്പോൾ സാവിത്രിയമ്മയുടെ മുഖത്ത് ഗൗരവമായി. എന്നിട്ട് സാവിത്രിയമ്മ പറഞ്ഞു, മനുഷ്യൻ്റെ കണ്ണുകൾ കള്ളം പറയില്ല ആദിത്യ. അവളുടെ കണ്ണുകളിൽ ഞാൻ കണ്ടത് നന്മയായിരുന്നു. അമ്മ അല്പം ഗൗരവത്തിലാണെന്ന് ആദിത്യന് മനസ്സിലായി. അമ്മയുടെ ആ ഉറച്ച ശബ്ദം കേട്ടപ്പോൾ ആദിത്യൻ വേഗം വിഷയം മാറ്റി. എന്നാൽ സാവിത്രിയമ്മയുടെ മനസ്സിൽ ഇതിനകം ഒരു തീരുമാനം രൂപപ്പെട്ടിരുന്നു. പിറ്റേ ദിവസം രാവിലെ സാവിത്രിയമ്മയുടെ വിശ്വസ്തനായ മാനേജർ രാഘവനെ വിളിച്ചു. എന്നിട്ട് സാവിത്രിയമ്മ പറഞ്ഞു, രാഘവ, നീ ഒരു പെൺകുട്ടിയെക്കുറിച്ച് അന്വേഷിക്കണം കേട്ടോ. രാഘവൻ വേഗം, അമ്മേ, ആരാണ് ആ പെൺകുട്ടി? മറ്റാരുമല്ല, ഇന്നലെ നമ്മൾ ബസ് സ്റ്റാൻഡിൻ്റെ സമീപത്ത് കണ്ടില്ലേ ആ കുട്ടി. രാഘവൻ സാവിത്രിയമ്മയോട് ചോദിച്ചു, എന്തൊക്കെയാണ് അന്വേഷിച്ച് അറിയേണ്ടത്? സാവിത്രിയമ്മ പറഞ്ഞു, അവളുടെ ജീവിതം മുഴുവൻ തന്നെ അന്വേഷിക്കണം. പക്ഷേ ഒരു കാര്യം നീ ഓർക്കണം, ഇത് അന്വേഷിച്ചത് നമ്മളാണെന്ന് ഒരിക്കലും അവൾ അറിയരുതേ. ശരി അമ്മേ, ഞാൻ അന്വേഷിക്കാമെന്ന് രാഘവൻ പറഞ്ഞു. എന്നിട്ട് രാഘവൻ പോയി 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നു. എന്നിട്ട് കയ്യിലുണ്ടായിരുന്ന ഫയൽ സാവിത്രിയമ്മയുടെ മുന്നിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, അമ്മേ, ഈ പെൺകുട്ടിയെക്കുറിച്ച് എല്ലാം ഞാൻ അന്വേഷിച്ചു. എല്ലാ വിവരവും ഞാൻ അറിഞ്ഞപ്പോൾ അറിയാതെ കരഞ്ഞുപോയി. സാവിത്രിയമ്മ തൻ്റെ മുന്നിലിരുന്ന ഫയൽ തുറന്നു. ഓരോ പേജും വായിക്കുമ്പോൾ സാവിത്രിയമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. അച്ഛൻ ഹൃദയാഘാതം മൂലം മരിച്ചത്, വീട് പണയം വെച്ചത്, അമ്മയുടെ ചികിത്സ, തയ്യൽ ജോലിക്ക് പോകുന്നത്, വൈകിട്ട് വന്നിട്ട് കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നത്, ഞായറാഴ്ച വൃദ്ധസദനത്തിൽ പോയി അവർക്ക് സൗജന്യമായി വസ്ത്രങ്ങൾ തുന്നിക്കൊടുക്കുന്നത്, സ്വന്തം ജീവിതം തന്നെ ദുരിതമായിരുന്നിട്ടും മറ്റുള്ളവരെ സഹായിക്കുന്നത്. അങ്ങനെ ഫയലിൻ്റെ അവസാന വരി വായിച്ചപ്പോൾ സാവിത്രിയമ്മയുടെ കൈകൾ വിറച്ചു. ഇത്രയൊക്കെ ആയിട്ടും ആരിൽ നിന്നും ഒരു സഹായവും അവർ സ്വീകരിച്ചിട്ടില്ല. അവർ കണ്ണട ഊരി മേശപ്പുറത്ത് വെച്ചു. എന്നിട്ട് പറഞ്ഞു,
ഇങ്ങനെയുള്ള കുട്ടികളാണ് ലോകത്തിൻ്റെ പ്രതീക്ഷ. അതേസമയം സുമ തൻ്റെ തയ്യൽ കടയിൽ ജോലി ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് ഒരു ആഡംബര കാർ ആ കടയുടെ മുന്നിൽ വന്ന് നിന്നത്. കടയുടെ മുതലാളി പോലും അത്ഭുതത്തോടെ നോക്കി. അപ്പോഴാണ് ഒരു മധ്യവയസ്കനായ ഒരാൾ ആ കാറിൽ നിന്നും ഇറങ്ങുന്നത്. അത് മറ്റാരുമല്ല, സാവിത്രിയമ്മയുടെ വിശ്വസ്തനായ മാനേജർ രാഘവനായിരുന്നു. അവർ കടയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. എന്നിട്ട് അവിടെ ഉള്ളവരോട് ചോദിച്ചു, ഇവിടെ സുമ എന്ന പെൺകുട്ടി ആരാണ്? പെട്ടെന്ന് സുമ എഴുന്നേറ്റു. എന്നിട്ട് പതുക്കെ പറഞ്ഞു, ഞാനാണ്. അപ്പോൾ രാഘവൻ സുമയോട് പറഞ്ഞു, ഞങ്ങളുടെ ഒരു സ്ഥാപനത്തിൽ ജോലി ഒഴിവുണ്ട്. നാളെ രാവിലെ നിങ്ങൾ ഇൻ്റർവ്യൂവിന് വരണം. രാഘവൻ്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ സുമ അമ്പരന്നു. പക്ഷേ ഞാനൊരു അപേക്ഷ പോലും നൽകിയിട്ടില്ലല്ലോ. അത് കേട്ടപ്പോൾ രാഘവൻ പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ചില അവസരങ്ങൾ മോളെ നമ്മളെ തേടി വരും. അതും പറഞ്ഞ് രാഘവൻ ഒരു കവർ സുമയുടെ കയ്യിൽ നൽകി. അവൾ ആ കവർ തുറന്നു നോക്കി. കവറിനുള്ളിൽ പ്രശസ്ത കമ്പനിയുടെ ഒരു ഇൻ്റർവ്യൂ കത്ത്. ആ കമ്പനിയുടെ പേര് കണ്ടപ്പോൾ കടയുടെ മുതലാളി പോലും ഞെട്ടിപ്പോയി. സുമയോട് കടയുടെ മുതലാളി പറഞ്ഞു, സുമേ, ഇത് നഗരത്തിലെ ഏറ്റവും വലിയ കമ്പനിയല്ലേ? സുമ പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല. 2 ദിവസം മുമ്പ് വരെ ജീവിതം അവസാനിച്ചു എന്ന് കരുതിയ അവൾക്ക് ഇന്ന് ഒരു പുതിയ വാതിൽ തുറന്നിരിക്കുന്നു. പക്ഷേ അവൾക്ക് ഈ അവസരം എങ്ങനെയാണ് കിട്ടിയത്? അതിൻ്റെ പിന്നിലുള്ള സത്യമൊന്നും അവൾക്ക് അറിയില്ല. പിറ്റേ ദിവസം രാവിലെ പുലർച്ചെ തന്നെ അവൾ എഴുന്നേറ്റു. ആ രാത്രി അവൾക്ക് ഒട്ടും ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. ജീവിതത്തിൽ ആദ്യമായാണ് ഇത്രയും വലിയ കമ്പനിയിൽ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നത്. അവൾക്ക് മനസ്സിൽ നല്ല പേടിയുണ്ടായിരുന്നു. അമ്മ മീനാക്ഷി മോളെ നോക്കി പുഞ്ചിരിച്ചു. എന്നിട്ട് ചോദിച്ചു, മോളെ, നിനക്ക് പേടിയുണ്ടോ? സുമ അമ്മയുടെ 2 കൈകളും ചേർത്ത് പിടിച്ചു പറഞ്ഞു, പേടിയുണ്ട് അമ്മ. എനിക്ക് ആ ജോലി കിട്ടുമോ എന്നതല്ല, ഇത്രയും വലിയ കമ്പനിയിൽ ചേരാൻ ഞാൻ യോഗ്യനാണോ എന്നുള്ള ഒരു ചിന്തയാണ്. മീനാക്ഷി അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. എന്നിട്ട് പറഞ്ഞു, നല്ല മനസ്സുള്ളവർ എവിടെ ചെന്നാലും അവരുടെ കൂടെയൊക്കെ ദൈവമുണ്ടാകും. അമ്മയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ സുമയ്ക്ക് കൂടുതൽ ആത്മവിശ്വാസമായി. രാവിലെ 10 മണിയോടെ അവൾ സൂര്യ ഗ്രൂപ്പ് കമ്പനിയുടെ പ്രധാന ഓഫീസിൻ്റെ മുന്നിലെത്തി. ആകാശത്തെ തൊട്ടു നിൽക്കുന്ന കെട്ടിടം, വലിയ ഗ്ലാസിൻ്റെ വാതിലുകൾ, യൂണിഫോം ധരിച്ച ജീവനക്കാർ, വില കൂടിയ കാറുകൾ ഒന്നിനു പിന്നാലെ വന്നു നിൽക്കുന്നു. ഇതൊന്നും കണ്ടിട്ടില്ലാത്ത സുമ തൻ്റെ പഴയ ആ ഒരു ചെറിയ ബാഗും പഴയ സൽവാറും കണ്ടിട്ട് അവൾക്ക് ലജ്ജ തോന്നി. ഞാനിവിടെ വരേണ്ടിയിരുന്നില്ല എന്നവൾ മനസ്സിൽ പറഞ്ഞ് തിരിഞ്ഞു നടക്കാൻ ശ്രമിച്ചപ്പോൾ പിന്നിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. സുമയല്ലേ? അവൾ തിരിഞ്ഞു നോക്കി. അതെ, അത് മറ്റാരുമല്ല, രാഘവനായിരുന്നു. രാഘവൻ പറഞ്ഞു, സുമേ, എന്താ ഇവിടെ നിൽക്കുന്നത്? അകത്തേക്ക് വരൂ, അകത്ത് എല്ലാവരും നിന്നെ കാത്തിരിക്കുകയാണ്. എന്നെയോ? സുമ ചോദിച്ചു. രാഘവൻ പറഞ്ഞു, അതെ, നിന്നെ തന്നെ. സുമ അത്ഭുതത്തോടെ ഉള്ളിലേക്ക് കയറിപ്പോയി. അവളെ കണ്ടപ്പോൾ ഓഫീസിലെ ജീവനക്കാർ എല്ലാവരും ആദരവോടെ എഴുന്നേറ്റ് നിന്നു. അത് കണ്ടപ്പോൾ സുമയ്ക്ക് കൂടുതൽ ആശയക്കുഴപ്പമായി. ഇത് ഒരു സാധാരണ ഇൻ്റർവ്യൂ പോലെയല്ലല്ലോ, അവൾ മനസ്സിൽ പറഞ്ഞു. രാഘവൻ അവളെ ഏറ്റവും മുകളിലെ നിലയിലേക്ക് കൊണ്ടുപോയി. വലിയ മരവാതിലിൻ്റെ മുന്നിലേക്കെത്തി അദ്ദേഹം പറഞ്ഞു, അകത്തേക്ക് ചെല്ലൂ കുട്ടി. സുമ ആ റൂമിൻ്റെ വാതിൽ പതുക്കെ തുറന്നു. അകത്ത് വിശാലമായ ഒരു ഓഫീസ്. വലിയ ജനലിലൂടെ നഗരം മുഴുവനായും കാണാം. ആ മുറിയിൽ ഒരു യുവാവ് ജനലരികിൽ നിന്ന് ഒരു ഫയല് നോക്കുകയായിരുന്നു. രാഘവൻ ആദരവോടെ പറഞ്ഞു, സർ, സുമ വന്നിട്ടുണ്ട്. രാഘവന്റെ ശബ്ദം കേട്ടപ്പോൾ യുവാവ് പതുക്കെ തിരിഞ്ഞു. അതാണ് സാവിത്രിയമ്മയുടെ മകൻ ആദിത്യൻ. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഗൗരവം ഉണ്ടായിരുന്നു, എന്നാൽ കണ്ണുകളിൽ ഒരു ശാന്തതയുണ്ടായിരുന്നു. സുമ ആദിത്യനെ കണ്ടപ്പോൾ കൈകൂപ്പി പറഞ്ഞു, നമസ്കാരം സാർ. അത് കേട്ടപ്പോൾ ആദിത്യൻ തലകുലുക്കി. എന്നിട്ട് സുമയോട് പറഞ്ഞു, ഇരിക്കൂ.
സുമ അവിടെ ഇരുന്നെങ്കിലും അവളുടെ കൈകാലുകളെല്ലാം വിറക്കുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം നിശബ്ദത. അതിനുശേഷം ആദിത്യൻ ചോദിച്ചു, നിനക്ക് വലിയ ശമ്പളമുള്ള ഒരു ജോലി കിട്ടിയാൽ ആ ശമ്പളം നീ എന്താണ് ചെയ്യുക? സുമ ഒരു നിമിഷം പോലും ആലോചിച്ചില്ല. പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു, ആദ്യം വീട്ടിലെ കടം തീർക്കണം, എന്നിട്ട് അമ്മയുടെ ചികിത്സയും. അത് കേട്ടപ്പോൾ ആദിത്യൻ ചോദിച്ചു, അതിനുശേഷം എന്താണ് ചെയ്യുക? സുമ മെല്ലെ ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്നെപ്പോലെ പഠിക്കാൻ കഴിവില്ലാത്ത ഏതെങ്കിലും 2 കുട്ടികളെ എനിക്ക് പഠിപ്പിക്കണം. ഇത് കേട്ടപ്പോൾ ആദിത്യൻ അവളെ ശ്രദ്ധയോടെ നോക്കി. എന്നിട്ട് മനസ്സിൽ പറഞ്ഞു, മിക്ക കുട്ടികളും ആദ്യം പറയുന്നത് ആഡംബരമായുള്ള കാറ്, വസ്ത്രം, ആഭരണങ്ങൾ എന്നൊക്കെയാണ്. പക്ഷേ ഈ പെൺകുട്ടിയുടെ മനസ്സിൽ സ്വന്തം കാര്യത്തേക്കാൾ മറ്റുള്ളവരുടേതായിരുന്നു. അപ്പോഴാണ് ഓഫീസ് വാതിൽ തുറന്നത്. സാവിത്രിയമ്മ ഓഫീസിലേക്ക് നടന്നു വരുന്നു. അത് കണ്ടപ്പോൾ സുമ ഞെട്ടിപ്പോയി. എന്നിട്ട് പറഞ്ഞു, അമ്മേ, നിങ്ങൾ? എൻ്റെ കണ്ണുകൾ എനിക്ക് വിശ്വസിക്കാനാവുന്നില്ലല്ലോ. ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ട അതേ വയോധിക, പക്ഷേ ഇപ്പോൾ വില കൂടിയ പട്ടുസാരിയും ആഭരണങ്ങളും എല്ലാം ധരിച്ച് മറ്റുള്ളവരുടെ ആദരവും ഏറ്റുവാങ്ങി ഇതാ നിൽക്കുന്നു. സുമയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇതെന്താ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. സാവിത്രിയമ്മ അവളുടെ അടുത്തേക്ക് ചെന്ന് കൈപിടിച്ചു. എന്നിട്ട് പറഞ്ഞു, മോളെ, അന്ന് ഞാൻ ഭിക്ഷക്കാരിയുടെ വേഷത്തിലായിരുന്നു. അപ്പോൾ സുമ ചോദിച്ചു, എന്തിന്? അപ്പോൾ സാവിത്രിയമ്മ പറഞ്ഞു, മനുഷ്യരുടെ മനസ്സറിയാൻ. അത് കേട്ടപ്പോൾ ഒരു മുറി അപ്പോൾ നിശബ്ദമായി. സുമ കുറച്ചുനേരം ഒന്നും മിണ്ടാതെ നിന്നു. സാവിത്രിയമ്മ പറഞ്ഞു, നീ എന്നെ സഹായിച്ചപ്പോൾ അന്ന് എൻ്റെ കയ്യിൽ കോടിക്കണക്കിന് സ്വത്തുണ്ടായിരുന്നു. നിന്റെ കയ്യിലോ ഒന്നുമില്ല, ഒരു ഭക്ഷണപ്പൊതി മാത്രമായിരുന്നു. എന്നാലും നീ അത് എനിക്ക് തന്നു. ഇത് പറഞ്ഞപ്പോഴേക്കും സാവിത്രിയമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. അന്നു മുതൽ ഞാൻ നിന്നെ മറന്നിട്ടില്ല. അത് കേട്ടപ്പോൾ സുമയുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകി. പെട്ടെന്ന് സുമ പറഞ്ഞു, അമ്മേ, ഞാൻ ചെയ്തത് ഒരു മനുഷ്യൻ ചെയ്യേണ്ട കടമ മാത്രമാണ്. അത് കേട്ടപ്പോൾ ആദിത്യൻ്റെ മനസ്സും മാറി തുടങ്ങി. അതേസമയം പുറത്തുനിന്നും ഒരാൾ അകത്തേക്ക് കയറി വന്നു. അത് ആദിത്യൻ്റെ ബന്ധു വിക്രം ആയിരുന്നു. വിക്രം സുമയെ കണ്ടപ്പോൾ പരിഹാസത്തോടെ ഒന്ന് ചിരിച്ചു. എന്നിട്ട് ചോദിച്ചു, ഇവളാണോ പുതിയ സ്റ്റാഫ്? ചോദ്യം കേട്ടപ്പോൾ സാവിത്രിയമ്മ മറുപടി പറഞ്ഞു, അതെ, ഇവളാണ് ഇനി പുതിയ സ്റ്റാഫ്. വിക്രം സുമയുടെ തല മുതൽ കാല് വരെ നോക്കി. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെയുള്ളവരെ കമ്പനിയിലെടുത്താൽ കമ്പനിയുടെ പേരും പ്രശസ്തിയും പോകും. ആ വാക്കുകൾ കേട്ടപ്പോൾ സുമയുടെ ഹൃദയത്തിൽ മുറിവായി. പക്ഷേ സാവിത്രിയമ്മയുടെ മുഖം കടുത്തു. വിക്രം! സാവിത്രിയമ്മ അല്പം ദേഷ്യത്തോടെ വിളിച്ചു. അതുവരെയും സാവിത്രിയമ്മയുടെ ദേഷ്യം ആരും കണ്ടിട്ടില്ലായിരുന്നു. എപ്പോഴും സൗമ്യമായിട്ടാണ് എല്ലാവരോടത്തും പെരുമാറിയിരുന്നത്. വിക്രമിനെ വിളിച്ച് സാവിത്രിയമ്മ പറഞ്ഞു, ഒരു മനുഷ്യൻ്റെ നിലവാരം കണക്കാക്കുന്നത് അവരുടെ വസ്ത്രത്തിലല്ല, മറിച്ച് അവരുടെ സ്വഭാവത്തിലാണ്. അത് കേട്ടപ്പോൾ വിക്രം ഒന്നും പറയാതെ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. പോകുമ്പോൾ വിക്രമിൻ്റെ കണ്ണുകളിൽ അസൂയ നിറഞ്ഞൊഴുകുകയായിരുന്നു. എന്നിട്ട് അവൻ മനസ്സിൽ പറഞ്ഞു, ഈ പെൺകുട്ടിയെ ഞാൻ ഇവിടെ നിർത്തൂല, എന്തെങ്കിലും കാട്ടി ഇവിടെ നിന്നും പുറത്താക്കുമെന്ന്. അതേസമയം സാവിത്രിയമ്മ സുമയുടെ കൈ പിടിച്ച് പറഞ്ഞു, നീ ഈ കമ്പനിയിലെ ഒരു ജോലിക്കാരി മാത്രമല്ല, ഇനി മുതൽ ഞങ്ങളുടെ വീട്ടിലെ ഒരു അംഗവും കൂടെയാണ്. സുമയ്ക്ക് അപ്പോൾ അറിയില്ലായിരുന്നു ആ വീട്ടിലേക്കുള്ള തൻ്റെ ചുവടുവെപ്പ് തൻ്റെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കുന്നതാണെന്ന്. സൂര്യ ഗ്രൂപ്പ് കമ്പനിയിൽ ജോലിയിൽ പ്രവേശിച്ച സുമയുടെ മനസ്സ് ആദ്യ ദിവസം തന്നെ സന്തോഷവും ഭയവും നിറഞ്ഞിരുന്നു. ആ വലിയ കെട്ടിടത്തിലെ ഓരോ മുറിയും അവൾക്ക് പുതിയ ലോകം പോലെ തോന്നി. ഓഫീസിലുണ്ടായിരുന്ന പല ജീവനക്കാരും അവളെ നല്ല സ്നേഹത്തോടെ സ്വീകരിച്ചു. എന്നാൽ എല്ലാവരും അതിലുണ്ടായിരുന്നില്ല. വിക്രം അവളെ കണ്ട നാൾ മുതൽ തന്നെ വെറുത്തിരുന്നു. ഇവളൊരു സാധാരണ പെൺകുട്ടിയല്ല. സാവിത്രിയമ്മയ്ക്ക് ഇവളോട് നല്ല അടുപ്പമാണ്. അത് അങ്ങനെയായി പോയാൽ ഈ വീട്ടിൽ അവൾക്ക് നല്ലൊരു സ്ഥാനം കിട്ടും. അത് കിട്ടാൻ പാടില്ല. അത് എങ്ങനെയും ഞാൻ തടയും എന്നാണ് വിക്രം മനസ്സിൽ പറയുന്നത്. ഓഫീസിലുള്ള എല്ലാ രേഖകളും
ക്രമീകരിക്കാനുള്ള ചുമതലയാണ് സുമക്ക് കൊടുത്തത്. ആദ്യ ദിവസങ്ങളിൽ തന്നെ അവൾ എല്ലാം കൃത്യമായി ചെയ്തു. എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. മണിക്കൂറുകളോളം വിശ്രമമില്ലാതെ ജോലി ചെയ്ത അവളെ പഴയ ജീവനക്കാരി ലീല പറഞ്ഞു, മോളെ, ഒന്ന് പതുക്കെ ചെയ്താൽ മതി, ഒന്ന് നിർത്തിക്കോ, എന്നിട്ടൊന്ന് ഇരുന്ന് വെള്ളം കുടിക്കൂ. അത് കേട്ടപ്പോൾ സുമ പുഞ്ചിരിച്ചു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ജോലി കഴിയട്ടെ, എന്നിട്ട് കുടിക്കാം ചേച്ചി. അത് കേട്ടപ്പോൾ ലീല ചേച്ചിയുടെ കണ്ണിൽ വാത്സല്യം നിറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്ന കുട്ടികളെയൊക്കെ കാണാൻ പ്രയാസമാണ്. ഈ വാർത്ത വിക്രമന്റെ ചെവിയിലും എത്തി. സുമയോടുള്ള അവൻ്റെ അസൂയ കൂടിക്കൊണ്ടിരുന്നു. അന്ന് വൈകുന്നേരം സാവിത്രിയമ്മ ഓഫീസിലെത്തി. സുമയെ വിളിച്ചു, മോളെ, ജോലിയൊക്കെ ഇഷ്ടമായോ? അത് കേട്ടപ്പോൾ സുമ പറഞ്ഞു, ഒരുപാട് ഇഷ്ടമായി സാവിത്രിയമ്മേ. മറ്റു ജീവനക്കാരൊക്കെ എന്നെ മേഡം എന്നാണ് വിളിക്കല്. അതുപോലെ നീ എന്നെ വിളിക്കരുതേ, എന്നെ അമ്മയെന്ന് മാത്രം വിളിച്ചാൽ മതിയെന്ന് സാവിത്രിയമ്മ സുമയോട് പറഞ്ഞു. ആ വാക്കുകൾ കേട്ടപ്പോൾ സുമയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്നിട്ട് അവൾ മനസ്സിൽ പറഞ്ഞു, അമ്മ. സാവിത്രിയമ്മ അവളുടെ തലയിൽ സ്നേഹത്തോടെ കൈവച്ചു. കുറച്ചു ദൂരെ നിന്ന് ആദിത്യൻ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അവന് ഒരു വല്ലാത്ത സന്തോഷം തോന്നി. ഇതൊക്കെ കണ്ടപ്പോൾ വിക്രമന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുമന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ കമ്പനിയിലൊരു വലിയ പ്രശ്നമുണ്ടായി. പുതിയ പദ്ധതിക്കായി തയ്യാറാക്കിയ കരാർ ഫയൽ കാണാതായി. ഓഫീസിലെ മുഴുവൻ ജീവനക്കാരും പരിഭ്രാന്തിയിലായി. പെട്ടെന്ന് തന്നെ ആദിത്യൻ കോൺഫറൻസ് ഹാളിലേക്ക് എല്ലാവരെയും വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ കാണാതായ ഫയൽ കമ്പനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ആരുടെ കയ്യിലാണെങ്കിലും എനിക്ക് തിരികെ നൽകൂ. ആരും ഒന്നും പറഞ്ഞില്ല. അതേസമയം വിക്രം എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എല്ലാവരും അവനെ നോക്കി. അവസാനം ആ ഫയൽ സുമയുടെ കയ്യിലായിരുന്നു. ഒരു നിമിഷം കൊണ്ട് എല്ലാവരും സുമയെ നോക്കി. സുമ വേഗം പറഞ്ഞു, ഇല്ല സാർ, ഞാൻ ഈ ഫയൽ മേശപ്പുറത്ത് കൊണ്ടുവച്ചതാണ്. അത് കേട്ടപ്പോൾ വിക്രം പരിഹാസത്തോടെ പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും തെളിവുണ്ടോ? അപ്പോൾ സുമ പറഞ്ഞു, ഇല്ല, എനിക്ക് തെളിവൊന്നുമില്ല. പക്ഷെ ഞാനിത് എടുത്തിട്ടില്ല, അതെനിക്കറിയാം. അവളുടെ കൈകൾ വിറച്ചു. ചില ജീവനക്കാർ പതുക്കെ പറഞ്ഞു, പുതിയ ആളല്ലേ, ചിലപ്പോൾ അറിയാതെ എടുത്തിട്ടുണ്ടാവും. ആ വാക്കുകൾ സുമയുടെ ഹൃദയം കീറിമുറിച്ചു. ആ സമയം സാവിത്രിയമ്മ ആ റൂമിലേക്ക് കടന്നു വന്നു. സുമയെ നോക്കി, മോളെ, സത്യം പറയൂ, നീയാണോ ഇതെടുത്തത്? അപ്പോൾ സുമ സാവിത്രിയമ്മയോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇല്ല അമ്മേ, ഞാൻ എടുത്തിട്ടില്ല. എനിക്ക് ആരുടെയും ഒരു രൂപ പോലും വേണ്ട. ഞാൻ അങ്ങനെ ഇതുവരെ എടുത്തിട്ടുമില്ല. അത് കേട്ടപ്പോൾ സാവിത്രിയമ്മ ഒരു നിമിഷം പോലും സംശയിച്ചില്ല. എനിക്ക് എൻ്റെ മകളെ വിശ്വാസമുണ്ട്. അത് കേട്ടപ്പോൾ എല്ലാവരും അമ്പരന്നു. വിക്രം ദേഷ്യം കൊണ്ട് പല്ല് കടിച്ചു. ആദിത്യൻ ഉടൻ തന്നെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ ഉത്തരവിട്ടു. എല്ലാവരും ആ സ്ക്രീനിലേക്ക് നോക്കി. സുമ ഫയൽ കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ച് അതിനുശേഷം അവൾ മുറിയിൽ നിന്നും പോകുന്നത് വ്യക്തമായി ദൃശ്യത്തിൽ കാണുന്നുണ്ട്. അവൾ പോയതിനു ശേഷം ഒരാൾ ഒളിഞ്ഞെത്തി ആ ഫയൽ എടുത്തു. CCTV ദൃശ്യത്തിൽ നിന്നും അത് സൂം ചെയ്ത് നോക്കിയപ്പോൾ മുഖം വ്യക്തമായി. അത് വിക്രമായിരുന്നു. അത് കണ്ടപ്പോൾ മുറി മുഴുവനും നിശബ്ദമായി. ആദിത്യൻ ദേഷ്യം കൊണ്ട് എഴുന്നേറ്റു. വിക്രം, ഇതൊക്കെ എന്താണ്? അത് കേട്ടപ്പോൾ വിക്രമന്റെ കൈകളും കാലുകളും വിറക്കാൻ തുടങ്ങി. സുമയെ എല്ലാവരുടെയും മുന്നിൽ അപമാനിക്കാനാണോ നീ ഇങ്ങനെ ചെയ്തത്? സുമയെ സംശയിച്ച ആദിത്യനും സുമയുടെ മുന്നിൽ തലകുനിച്ചു. എന്നിട്ട് പറഞ്ഞു, സുമ, എന്നോട് ക്ഷമിക്കണം. അപ്പോൾ സുമ പറഞ്ഞു, സർ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പോൾ ആദിത്യൻ പറഞ്ഞു, നിന്നെ ഞാൻ ആദ്യം വിശ്വസിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നത്. ആ സമയം സാവിത്രിയമ്മ സുമയെ നോക്കി അഭിമാനിക്കുന്നുണ്ട്. അപമാനിക്കപ്പെട്ടിട്ടും പ്രതികാരം ചെയ്യാതെ നിൽക്കുന്ന അവളുടെ മനസ്സ് സാവിത്രിയമ്മയ്ക്ക് ഏറ്റവും പ്രിയമായി. അന്ന് രാത്രി ഭക്ഷണ സമയത്ത് സാവിത്രിയമ്മ ആദിത്യനോട് ശാന്തമായി പറഞ്ഞു, ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ ഞാൻ എന്തുകൊണ്ടാണ് സുമയെ ഇത്രയ്ക്കും വിശ്വസിക്കുന്നത് എന്ന്? അത് കേട്ടപ്പോൾ ആദിത്യൻ കുറച്ചു നേരം മിണ്ടാതിരുന്നു. എന്നിട്ട് മെല്ലെ പറഞ്ഞു, അമ്മേ, ഇത്രയ്ക്കും ആത്മാർത്ഥയും സ്നേഹവുമുള്ള ഒരു പെൺകുട്ടിയെ ഞാനിതുവരെ കണ്ടിട്ടില്ല. സാവിത്രിയമ്മ ചെറുതായി പുഞ്ചിരിച്ചു. അതേസമയം അവരുടെ മനസ്സിൽ മറ്റൊരു ആഗ്രഹം മുളച്ചു പൊന്തിയിരുന്നു. ഈ പെൺകുട്ടി എൻ്റെ മരുമകളായാൽ ഈ വീട്ടിൽ അതിലും വേറൊരു ഭാഗ്യമില്ല എന്ന് മനസ്സിൽ ചിന്തിച്ചു. അതേസമയം സുമയുടെ ഭൂതകാലത്തിൽ നിന്നും ഒരാൾ തിരികെ വരും. അയാളുടെ വരവ് എല്ലാവരുടെയും ജീവിതം വീണ്ടും മാറ്റിമറിക്കാൻ. വിക്രമിന്റെ ചതിയും കളവും കമ്പനിയിലെ ഓഫീസിൽ പൊളിഞ്ഞതോടെ
സുമയോട് എല്ലാവർക്കും ബഹുമാനം ഇരട്ടിയായി. ഇന്നലെ വരെ അവിടുത്തെ ജീവനക്കാരെല്ലാം സംശയത്തോടെ നോക്കി നിന്ന സുമയോട് ഇപ്പോൾ നല്ല ബഹുമാനത്തോടെയാണ് പെരുമാറുന്നത്. പക്ഷേ സുമയുടെ സ്വഭാവത്തിൽ യാതൊരു മാറ്റവും ഉണ്ടായില്ല. നന്മ ചെയ്താൽ അതിനെ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കരുതേ. അമ്മ മീനാക്ഷിയുടെ ഈ വാക്കുകൾ കുട്ടിക്കാലത്ത് അവൾക്ക് പറഞ്ഞു കൊടുത്തതാണ്. അവൾ അത് എന്നും മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. ഒരു ദിവസം ഉച്ചയ്ക്ക് സാവിത്രിയമ്മ സുമയെ തൻ്റെ റൂമിലേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, മോളെ, ഇന്ന് നിന്റെ വീട്ടിലേക്ക് പോകാം. സുമ അത്ഭുതത്തോടെ ചോദിച്ചു, എൻ്റെ വീട്ടിലേക്കോ? അപ്പോൾ സാവിത്രിയമ്മ പറഞ്ഞു, അതെ, നിന്റെ വീട്ടിലേക്കു തന്നെ. നിന്റെ അമ്മയെ ഒന്ന് കാണണം. അത് കേട്ടപ്പോൾ സുമയുടെ കണ്ണുകളിൽ സന്തോഷം നിറഞ്ഞു. ആ, എൻ്റെ അമ്മയ്ക്ക് എല്ലാവരെയും ഒന്ന് കാണണമെന്ന് അവൾ പറഞ്ഞു. അന്ന് വൈകുന്നേരം സാവിത്രിയമ്മയും ആദിത്യനും സുമയും അവളുടെ ചെറിയ വീട്ടിലേക്കെത്തി. ഇടിഞ്ഞു വീഴാറായ ഓടിട്ട വീട്, ചെറിയ മുറ്റം, ഒരു ചെറിയ തുളസിത്തറ, വാതിൽക്കൽ പൂത്തു നിൽക്കുന്ന മുല്ലച്ചെടിയും. ആ ചെറിയ ദാരിദ്ര്യത്തിൻ്റെ വീട്ടിലും നല്ലൊരു ഐശ്വര്യമുണ്ടായിരുന്നു. കാരണം അവിടെ നല്ല സ്നേഹമുള്ള ഒരു വീടായിരുന്നു. മീനാക്ഷി ഇവരെ കണ്ടതോടെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അപ്പോൾ സാവിത്രിയമ്മ പറഞ്ഞു, അയ്യോ, അവിടെ കിടന്നോളൂ, എഴുന്നേൽക്കണ്ട. സാവിത്രിയമ്മ ഓടിച്ചെന്ന് അവരുടെ കൈകൾ പിടിച്ചു. സുമയെപ്പോലുള്ള മകളെ നിങ്ങൾ വളർത്തിയതിന് ആദ്യം നമസ്കരിക്കണം. അത് കേട്ടപ്പോൾ മീനാക്ഷിയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ അവൾക്ക് സമ്പത്തൊന്നും കൊടുത്തിട്ടില്ല. അത് കേട്ടപ്പോൾ സാവിത്രിയമ്മ മെല്ലെ ഒന്ന് ചിരിച്ചു. നിങ്ങൾ സമ്പത്തൊന്നും കൊടുത്തിട്ടില്ല, എന്നാലും അവർക്ക് നല്ലൊരു മനസ്സ് കൊടുത്തില്ലേ? അത് തന്നെയല്ലേ ലോകത്തെ ഏറ്റവും വലിയ സമ്പത്ത്. ആദിത്യൻ ഇതെല്ലാം നോക്കി നിന്നു. ആ വീട്ടിൽ ഒരു കസേര പോലുമില്ല ശരിക്കൊന്നിരിക്കാൻ. എന്നാലും അതിനുള്ളിൽ എല്ലാവരും നല്ല രീതിയിൽ എന്നെ ചിരിക്കുന്നുണ്ട്. ആ നിമിഷം ആദിത്യന് മനസ്സിലായി, സന്തോഷം പണത്തിലല്ല സ്നേഹത്തിലാണ് എന്ന്. സംസാരത്തിനിടയിൽ സുമയുടെ അമ്മയ്ക്ക് നെഞ്ചുവേദന എടുത്തു. പെട്ടെന്ന് സുമ നിലവിളിച്ചു, അമ്മേ, എന്തു പറ്റി? അത് കണ്ടതും ആദിത്യൻ മീനാക്ഷി അമ്മയെ കോരിയെടുത്ത് കാറിലേക്ക് കയറ്റി. എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ മീനാക്ഷി അമ്മയെ പരിശോധിച്ച ശേഷം പറഞ്ഞു, രോഗിയുടെ ഹൃദയത്തിൽ ബ്ലോക്ക് ഉണ്ട്, പെട്ടെന്ന് നമുക്ക് ശസ്ത്രക്രിയ ചെയ്യണം. അത് കേട്ടപ്പോൾ സുമ അന്തം വിട്ടു നിന്നു. അവളുടെ കാലിനടിയിൽ നിന്ന് ഭൂമി ഒഴുകിപ്പോയതുപോലെ തോന്നി. അവൾ ഡോക്ടറോട് കരഞ്ഞു പറഞ്ഞു, എൻ്റെ കയ്യിൽ അതിനൊന്നുമുള്ള പണമില്ല. അത് കേട്ടപ്പോൾ സാവിത്രിയമ്മ അവളുടെ തോളിൽ മെല്ലെ കൈവച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി മുതൽ നിന്റെ അമ്മ എൻ്റെ ചേച്ചിയാണ്. ചികിത്സയുടെ കാര്യത്തിൽ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. അത് കേട്ടപ്പോൾ സുമ പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അമ്മേ, ഇത്രയും വല്ല സഹായം ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് തിരിച്ചു തരിക? സാവിത്രിയമ്മ അവളെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, അമ്മയുടെ സ്നേഹത്തിന് മക്കൾ വില കൊടുക്കാറില്ലല്ലോ. ആ വാക്കുകൾ കേട്ട് ആദിത്യൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയായി. ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിൽ മീനാക്ഷി അമ്മ ആദിത്യൻ്റെ കൈ പിടിച്ചു. എന്നിട്ട് മോനെ എന്ന് വിളിച്ചു. അപ്പോൾ ആദിത്യൻ എന്താണ് അമ്മേ എന്ന് ചോദിച്ചു. എൻ്റെ മോളെ എപ്പോഴും ഇതുപോലെ ചിരിപ്പിക്കണം കേട്ടോ. അത് കേട്ടപ്പോൾ അവൻ ഒന്നും മറുപടി പറഞ്ഞില്ല. പക്ഷേ അവൻ്റെ ഹൃദയം മാറിക്കൊണ്ടേയിരുന്നു. ആ രാത്രി മാളികയുടെ മുകളിൽ ആദിത്യനും അമ്മ സാവിത്രിയും ഇരുന്നു. എന്നിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സാവിത്രിയമ്മ ചോദിച്ചു, മോനെ, നിനക്ക് സുമയെപ്പറ്റി എന്താണ് തോന്നുന്നത്? ആദിത്യൻ മറുപടി പറഞ്ഞു, അമ്മ പറഞ്ഞതുപോലെ തന്നെ അവൾ വളരെ നല്ലൊരു പെൺകുട്ടിയാണ്. അത് കേട്ടപ്പോൾ സാവിത്രിയമ്മ, നല്ല പെൺകുട്ടിയോ? ആദിത്യൻ സാവിത്രിയമ്മയുടെ മുഖത്തേക്കൊന്ന് നോക്കി. സാവിത്രിയമ്മ ശാന്തമായി ആദിത്യനോട് പറഞ്ഞു, മോനെ, എനിക്കൊരു ആഗ്രഹമുണ്ട്. അത് കേട്ടപ്പോൾ ആദിത്യൻ, എന്താണമ്മേ ആഗ്രഹം? പറഞ്ഞോളൂ. സുമയെ നമുക്ക് മരുമകളായി ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നാലോ? സാവിത്രിയമ്മയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ആദിത്യനൊന്ന് ഞെട്ടി. എന്നിട്ട് പറഞ്ഞു, അമ്മേ, അത് നമ്മൾ തീരുമാനിച്ചാൽ മാത്രം പോരല്ലോ, ആ കുട്ടിക്കും കൂടെ തോന്നണ്ടേ? ഇത് കേട്ടപ്പോൾ സാവിത്രിയമ്മ സന്തോഷത്തോടെ ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അത് തന്നെയാണ് എനിക്കും ഒന്ന് വേണ്ടത്. ഇവരുടെ രണ്ടുപേരുടെയും സംസാരം ഒളിഞ്ഞു നിന്ന് വിക്രം കേൾക്കുന്നുണ്ടായിരുന്നു. ഇവരുടെ സംസാരം കേട്ടപ്പോൾ വിക്രം ദേഷ്യം വന്നു. എന്നിട്ട് പല്ല് കടിച്ചു. മനസ്സിൽ പറഞ്ഞു, ഈ വീട്ടിലെ മരുമകളാകാനാണോ ആ സുമ? അത് ഞാൻ സമ്മതിക്കില്ല. അതിനു മുന്നേ തന്നെ അവളെ ഞാൻ ഈ വീട്ടിലെ എല്ലാവരുടെയും മുന്നിൽ മോശക്കാരിയാക്കും. അവൻ പെട്ടെന്ന് ഫോണെടുത്ത് ഒരു നമ്പറിലേക്ക് വിളിച്ചു. എന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അവൻ എന്തോ ഒരു കുതന്ത്രം ആലോചിക്കുകയാണ്. സുമയെ എങ്ങനെയെങ്കിലും കൊടുക്കണം, അതാണ് അവൻ ചിന്തിക്കുന്നത്. വിക്രം വേറെ ഒരാളെ കൊണ്ടുവരികയാണ്, അത് സുമയുടെ കാമുകനായിട്ട്.
അവൻ ഫോൺ വിളിച്ച് പറഞ്ഞ ആ ആൾ വേറെ ഒരാളെ കൊണ്ടുവന്നു. അത് രാകേഷ് ആയിരുന്നു. രാകേഷ് പണത്തിനു വേണ്ടി എന്തും പറയുന്നവനാണ്. വിക്രം കുറച്ച് പണം കൊടുന്ന് അവൻ്റെ മുന്നിൽ വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു. അതെല്ലാം അവൻ ചെയ്യാമെന്ന് പറഞ്ഞു. സുമ എൻ്റെ കാമുകിയാണെന്നും അവളെന്നെ വിവാഹം ചെയ്യാൻ വാഗ്ദാനം തന്നിട്ടുണ്ടെന്നും ഇപ്പോൾ അവൾ കോടീശ്വരനെ കിട്ടിയപ്പോൾ എന്നെ വഞ്ചിച്ചെന്നുമാണ് പറയേണ്ടതെന്നാണ് വിക്രം പറഞ്ഞു കൊടുത്തത്. അവൻ ഞാൻ ഇതെല്ലാം പറയാം, എന്നാൽ എനിക്ക് ഇത്ര പൈസ കിട്ടുമല്ലോ അവൻ വിചാരിച്ചു. ഇവർ എങ്ങനെയെങ്കിലും ഒരു പ്രശ്നമുണ്ടാക്കണമെന്ന് തീരുമാനിക്കുന്നതിനിടയിൽ സാവിത്രിയമ്മ വിവാഹ നിശ്ചയത്തെക്കുറിച്ചൊക്കെ അവിടെ ആലോചിക്കുകയായിരുന്നു. പെട്ടെന്നാണ് മാളികയുടെ മുന്നിൽ ഒരു ശബ്ദം. സുമയെ വിളിക്കൂ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അവൾ എന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് എന്നെ വഞ്ചിച്ചു. ഇത് കേട്ടപ്പോൾ എല്ലാവരും പുറത്തേക്ക് വന്നു. ബന്ധുക്കളെല്ലാവരും ഞെട്ടി. സുമയും സാവിത്രിയമ്മയും ആദിത്യനും പുറത്തേക്ക് ഓടി വന്നു. സുമയെ കണ്ടപ്പോൾ രാകേഷ് അവളുടെ നേരെ വിരൽ ചൂണ്ടി പറഞ്ഞു, ഇവളെന്നെ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞതാ. ഇപ്പോൾ കോടീശ്വരനെ കണ്ടപ്പോൾ ഇവളെന്നെ മറന്നു. അത് കേട്ടപ്പോൾ സുമയുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകി. ബന്ധുക്കളെല്ലാം മുഖത്തോട് മുഖം നോക്കി. അവൾ പറഞ്ഞു, ഇത് കള്ളമാണ്. അപ്പോൾ ചിലരൊന്നും അത് വിശ്വസിച്ചില്ല. അപ്പോഴാണ് സാവിത്രിയമ്മ അവളുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, മോളെ, നീ കരയണ്ട, ഇതൊന്നും നീ വിശ്വസിക്കണ്ട. ആദിത്യ, നേരത്തെ നമ്മൾ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചിട്ടാണല്ലോ കള്ളങ്ങളെല്ലാം തെളിഞ്ഞത്. അതുപോലെ ഇതൊന്ന് പരിശോധിക്കണം. ആദിത്യൻ തൻ്റെ സ്വകാര്യ അന്വേഷണങ്ങൾ വഹിക്കുന്ന ഉദ്യോഗസ്ഥരെ വിളിച്ചു. അരമണിക്കൂറിനുള്ളിൽ സത്യങ്ങളെല്ലാം തന്നെ പുറത്തായി. രാകേഷിൻ്റെ ഫോൺ കോളുകളും അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടുകളും എല്ലാം തന്നെ സത്യം തെളിഞ്ഞു. ഇതെല്ലാം വിക്രം ചെയ്തതാണ്. ഇത് കണ്ടപ്പോൾ ആദിത്യൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുമന്നു. എന്നിട്ട് പറഞ്ഞു, വിക്രം, എന്താണ് നിനക്ക് ഇനി പറയാനുള്ളത്? വിക്രം തലകുനിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാനാണ് ഇത് ചെയ്തത്. സുമ ഈ വീട്ടിൽ മരുമകളായി വരുന്നത് എനിക്ക് ഇഷ്ടമില്ല. ഇത് കേട്ടപ്പോൾ സാവിത്രിയമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്നിട്ട് അവർ ഇങ്ങനെ പറഞ്ഞു, സ്വത്തിനു വേണ്ടി നീ ഇത്രയ്ക്കും തരം താഴരുത്. വിക്രം മറുപടി ഒന്നും പറഞ്ഞില്ല. ആദിത്യൻ ഉടൻ തന്നെ തൻ്റെ ജീവനക്കാരെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇദ്ദേഹത്തെ ഉടൻ തന്നെ പുറത്താക്കണം. ഇനി കമ്പനിയുമായോ ഈ വീടുമായോ ഒരു ബന്ധവും പാടില്ല. ആദിത്യൻ വിക്രമിനോട് പറഞ്ഞു, നീ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങ്. അത് കേട്ടപ്പോൾ വിക്രം തലയും താഴ്ത്തി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഇതെല്ലാം കേട്ടിട്ട് സുമ ചോദിച്ചു, അമ്മേ, ഞാൻ കാരണം നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നമുണ്ടായി അല്ലേ? സാവിത്രിയമ്മ അവളുടെ കണ്ണുനീർ തുടച്ചു. എന്നിട്ട് പറഞ്ഞു, മോളെ, നീ വന്നതുകൊണ്ട് ഈ വീട്ടിലെ കള്ളത്തരങ്ങൾ എല്ലാം തന്നെ എനിക്ക് തിരിച്ചറിയാൻ പറ്റി. സാവിത്രിയമ്മ സുമയെ ശാന്തമായി ഒന്ന് വിളിച്ചു. സുമേ. സുമ തല ഉയർത്തി. എന്താണ് അമ്മേ? ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? പറയൂ അമ്മേ. നിന്റെ കണ്ണീരിനു പകരം ഇനി മുഴുവനും ഞാൻ പുഞ്ചിരി നൽകാം. നിനക്ക് അതിന് സമ്മതമാണ്? സുമയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. എന്നിട്ട് സാവിത്രിയമ്മയെ നോക്കി. സാവിത്രിയമ്മ കാര്യങ്ങളെല്ലാം അവളോട് പറഞ്ഞു. അവൾ ഒന്നും മിണ്ടാതെ നിന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് സമ്പത്തിനെയല്ല, നല്ല മനുഷ്യനെയാണ് എനിക്ക് വിവാഹം കഴിക്കുന്നത്. അത് കേട്ടപ്പോൾ ആദിത്യൻ്റെ മനസ്സും കണ്ണും ഒരുപോലെ നിറഞ്ഞു. താമസിയാതെ അവരുടെ വിവാഹം നടന്നു. നഗരത്തിലെ ഏറ്റവും വലിയ ഓഡിറ്റോറിയത്തിൽ സാധാരണക്കാരും സമ്പന്നരും അടങ്ങുന്ന എല്ലാവരും പങ്കെടുത്തു. താലികെട്ടിനിടയിൽ സാവിത്രിയമ്മ പഴയ സാരിയും തുണിസഞ്ചിയും എടുത്ത് സ്റ്റേജിലേക്ക് കയറി. എന്നിട്ട് മൈക്കെടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഈ സാരിയും ഈ തുണിസഞ്ചിയും നിങ്ങൾക്ക് വിലകെട്ടതായിരിക്കും, പക്ഷേ എനിക്കിത് ഏറ്റവും വലിയ സമ്പത്താണ്. അത് കേട്ടപ്പോൾ ഹാളിലുള്ളവരെല്ലാം തന്നെ നിശബ്ദരായി. ഈ വേഷത്തിൽ ഞാൻ തെരുവിലൂടെ നടന്നപ്പോൾ വിശന്നു വലഞ്ഞു. എനിക്ക് ഭക്ഷണം വേണമെന്ന് പലരോടും ഞാൻ ചോദിച്ചു. ആരും എന്നെ തിരിഞ്ഞു നോക്കിയില്ല. പക്ഷേ ഈ മകൾ മാത്രമാണ് എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയതും എനിക്ക് ഭക്ഷണം തന്നത്. അത് കേട്ടപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു. അപ്പോൾ സാവിത്രിയമ്മ പറഞ്ഞു, അന്ന് ഞാനൊരു തീരുമാനമെടുത്തു. എനിക്ക് മരുമകളാകേണ്ടത് ഒരു സമ്പന്ന കുടുംബത്തിലെ കുട്ടിയല്ല, മനസ്സുള്ള ഒരു പെൺകുട്ടിയെയാണ്. അത് കേട്ടപ്പോൾ ഹാളിലുള്ളവരെല്ലാം തന്നെ കൈയടിച്ചു. സാവിത്രിയമ്മ സുമയെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. സുമ അമ്മയെ ഒന്ന് വിളിച്ചു. രണ്ടുപേരുടെയും കണ്ണിൽ നിന്ന് സന്തോഷത്തിൻ്റെ കണ്ണുനീരൊഴുകി. അന്നു മുതൽ സുമയും ആദിത്യനും അമ്മയുടെ കരുതൽ എന്ന പേരിൽ ഒരു ട്രസ്റ്റ് ആരംഭിച്ചു. അവിടെ വിശന്നു വലയുന്നവർക്ക് ഭക്ഷണം, പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം, താമസിക്കാൻ സ്ഥലമില്ലാത്തവർക്ക് താമസ സൗകര്യം എല്ലാം തന്നെ അവിടെ ഒരുക്കി. അന്ന് സുമ ആലോചിച്ചു, താനും ഇങ്ങനെ വളർന്നതാണെന്ന്. സാവിത്രിയമ്മ ചെയ്യുന്നത് പോലെ അവളും എല്ലാ മാസവും ഒരു ദിവസം പഴയ സാരിയും ഒരു തുണിസഞ്ചിയും എടുത്ത് തെരുവിലൂടെ നടക്കും. അവളുടെ ജീവിതകാലം സാവിത്രിയമ്മ പഠിപ്പിച്ച പാഠം മുന്നോട്ട് കൊണ്ടു നടന്നു. മനുഷ്യന്റെ വില തീരുമാനിക്കുന്നത് അവരുടെ പണമല്ല, മറ്റൊരാളുടെ കണ്ണുനീർ തുടയ്ക്കാൻ നീട്ടുന്ന കൈയാണ്.
അങ്ങനെ ഒരു ദരിദ്ര പെൺകുട്ടിയുടെ നന്മ അവളെ ഒരു കോടീശ്വര കുടുംബത്തിലെ മരുമകളാക്കിയത് മാത്രമല്ല, ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവിതത്തിൽ വെളിച്ചമേകിയ ഒരു അമ്മയായി മാറുകയും ചെയ്തു. ഈ കഥയിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് സമ്പത്ത് മനുഷ്യനെ വലുതാക്കുന്നില്ല, കരുണയും സ്നേഹവുമാണ് മനുഷ്യനെ മഹാനാക്കുന്നത്. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.